അവർ നമ്മെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ലക്ഷ്യം മോദിയെയും BJP-യെയും ഗുജറാത്തിലും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. നാം അവരെ അയോധ്യയിൽ പരാജയപ്പെടുത്തിയതുപോലെ. ഈ വാക്കുകൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അദ്ദേഹം നടത്തുന്ന സന്ദർശനത്തിന്റെ ഭാഗമായി അദ്ദേഹം ഗുജറാത്തിൽ എത്തിച്ചേരുകയും അഹമ്മദാബാദിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. പത്രപ്രവർത്തകരോടും അദ്ദേഹം ഈ വാക്കുകൾ ആവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ BJP-യുടെ എക്കാലത്തെയും പ്രചരണ രംഗത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്ന അയോധ്യ വിഷയമായിരുന്നുവെങ്കിൽ ആ കേന്ദ്രം തന്നെ തച്ചുടയ്ക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ തങ്ങൾ ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അയോധ്യയെ മുൻനിർത്തിക്കൊണ്ട് BJP വലിയ വിജയങ്ങൾ കൊയ്യുകയായിരുന്നെങ്കിൽ ഇത്തവണ അയോധ്യ ഒരു നീറുന്ന വേദനയായാണ് ലോകസഭയിൽ ഉൾപ്പെടെ മോദിക്ക് പ്രഹരമേറ്റത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അയോധ്യയിൽ തെരഞ്ഞെടുപ്പിൽ BJP-ക്കുണ്ടായ ക്ഷീണം വളരെ വലുതാണ്. എക്കാലവും ഒരുപക്ഷെ ഈ അയോധ്യ ഏതാണ്ട് അദ്വാനിയുടെ കാലം മുതൽ അതിനു മുമ്പ് തന്നെ രഥയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP എക്കാലവും രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യുകയും അതിന്റെ ഫലമായി പരമാവധി വോട്ടുകൾ നേടുവാൻ BJP പരിശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്നും, എന്നാൽ ഇപ്പോൾ BJP ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ BJP-യുടെ ആ അജണ്ട ഇനി വിലപ്പോകില്ല എന്നും ആ തന്ത്രം അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും ആ തന്ത്രത്തിന്റെ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കുവാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നും രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറയുകയാണ്. ഈ പാർലമെന്റിൽ തന്നെ തീപ്പൊരി പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ആദ്യം നടത്തിയ തീപ്പൊരി പ്രസംഗത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനടുത്തായി അഖിലേഷ് യാദവും അദ്ദേഹത്തിനോട് അടുത്ത് തന്നെ അയോധ്യയിൽ നിന്നുള്ള MP-യും ഇരിക്കുന്നത്. പലപ്പോഴും അയോധ്യയിൽ നിന്നുള്ള MP-യുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്കെടുക്കുകയും മണിപ്പൂർ വിഷയം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഉയർന്ന വാദങ്ങൾ, തൊഴിലില്ലായ്മ, കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ അയോധ്യ തുടർച്ചയായി BJP-ക്ക് എടുത്ത കനത്ത പരാജയത്തെ എപ്പോഴും സഭയിൽ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അയോധ്യയിൽ നിന്നുള്ള MP-യുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും രാഹുൽ ഗാന്ധി നിയമസഭയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കാണുകയാണ്. അഖിലേഷ് യാദവ് ആയാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ആയാലും ഓരോ സന്ദർഭത്തിലും അയോധ്യയിൽ നിന്നുള്ള MP-യെ പരാമർശിക്കാതെ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇടയ്ക്കിടയ്ക്ക് സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. അയോധ്യ ആയിരുന്നു BJP-യുടെ നേരത്തെ ഉണ്ടായിരുന്ന തുറുപ്പ് ചീട്ടെങ്കിൽ അവിടെ രാമക്ഷേത്ര നിർമ്മാണം ഒക്കെ പൂർത്തിയാക്കി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച BJP പരാജയപ്പെടുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന ആശയം. നമുക്കറിയാം, ഏതെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് അയോധ്യ മണ്ഡലം നഷ്ടമാവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ വളരെ വലിയൊരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് കർഷകരുടെ കയ്യിൽ നിന്ന് സ്ഥലങ്ങൾ ഏറ്റെടുക്കുകയും ആ കർഷകരെ വഴിയാധാരമാവുകയും അവരെ വേണ്ടത്ര പരിഗണിക്കുക ചെയ്തില്ല എന്ന് പറയുകയും അതുപോലെ തന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ കർഷകർ തീർച്ചയായും BJP-ക്കെതിരെ വിധിയെഴുതുകയും ചെയ്തുണ്ടായി എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അയോധ്യയിൽ എങ്ങനെയാണോ അവർ എപ്പോഴും വോട്ടുകൾ നേടുവാൻ മുൻപ് നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ നടത്തിയിരുന്നത്, ആ കുന്തമുന തങ്ങൾ ഒടിച്ചതുപോലെ ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലും ഇത് തന്നെ സംഭവിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും വരുംകാല രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്ന വെല്ലുവിളി, നേരത്തെ അവർ പരമാവധി വെല്ലുവിളി നടത്തുകയാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 400 സീറ്റിൽ തങ്ങൾ വിജയിച്ചു കയറുമെന്നുമുള്ള BJP-യുടെ അവകാശവാദം പൊള്ളയാണെന്നും അതിലെ അന്തസ്സത്തെ തിരിച്ചറിഞ്ഞ് ജനങ്ങൾ പ്രതികരിക്കണമെന്നും ആഹ്വാനം ചെയ്ത രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസിന് 99 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നുവെങ്കിലും BJP-ക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തൊരു സാഹചര്യത്തിൽ വലിയ ശക്തമായ ഒരു പ്രതിപക്ഷത്തിരിക്കുവാനുള്ള ഒരു അർഹത നേടുകയും അതുവഴി സഖ്യ കക്ഷികളുമായി ചേർന്നുകൊണ്ട് തന്നെ ഏത് നിമിഷവും BJP-ക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തുന്ന ശക്തമായ ഒരു പ്രതിപക്ഷമായി കഴിഞ്ഞ 10 വർഷത്തോളം ഇന്ത്യൻ പാർലമെന്റിൽ കാണാത്ത അത്ര തരത്തിലുള്ള ശക്തമായ നീക്കങ്ങളുമായി ഒരു പ്രതിപക്ഷ നേതാവായി മാറിയിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2014 മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏതാണ്ട് 2004 സംശയിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരിൽ നിന്ന് 2024 എത്തുമ്പോഴേക്കും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഇരുത്തം വന്നൊരു നേതാവായി രാഹുൽ ഗാന്ധി പരിണമിച്ചൊരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയും ഭാരത് ജോഡോ ന്യായ യാത്രയൊക്കെ നടത്തിയും അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടും മണിപ്പൂർ പോലെയുള്ള പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുകയും അവിടെയുള്ള ജനങ്ങളുമായി സംവദിക്കുകയൊക്കെ ചെയ്ത് പ്രാദേശിക നേതാക്കന്മാരെ വിശ്വാസത്തിലെടുത്ത് ഘടകകക്ഷികളുമായി കൂടുതൽ നീക്കുപോക്കുകൾ ഉണ്ടാക്കി കഴിഞ്ഞ തവണ
അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 400ഓളം സീറ്റുകളിൽ മത്സരിച്ച BJP 300ഓളം സീറ്റുകളിൽ ഏതാണ്ട് 100 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് അധികമായി വിട്ടുകൊടുത്തുകൊണ്ട് നടത്തിയ ഈ തെരഞ്ഞെടുപ്പിലെ മുന്നോട്ടുള്ള പോക്ക് ഏതാണ്ട് വലിയൊരു തരത്തിലാണ് അവരുടെ വിജയം എന്നുള്ള തരത്തിലാണ് അവകാശപ്പെടുന്നത്. പക്ഷെ വോട്ടിംഗ് ശതമാനത്തിലുണ്ടാകുന്ന വ്യത്യാസം നോക്കാമെങ്കിൽ, വോട്ടിംഗ് ഷെയറിലുണ്ടാകുന്ന വ്യത്യാസം നോക്കാമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വളരെയധികം അവകാശപ്പെടാനാവില്ല എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ BJP ക്യാമ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ നീക്കങ്ങളുമായി രാഹുൽ ഗാന്ധി മറ്റു പ്രദേശങ്ങളിൽ എങ്ങനെയാണോ BJPയെ പരാജയപ്പെടുത്തുവാൻ, ഉത്തർപ്രദേശിലും അയോധ്യയിലും അതുപോലെ ഇതര സ്ഥലങ്ങളിലുമൊക്കെ BJP എങ്ങനെയാണോ BJPയെ പരാജയപ്പെടുത്തിയത്, നേരത്തെ BJPക്ക് വളരെ വലിയ സീറ്റുകളാണ് ഉത്തർപ്രദേശിൽ കിട്ടിയിരുന്നത്. 62-ലധികം സീറ്റുകൾ നേടാൻ ഘടകകക്ഷികൾ ഉൾപ്പെടെ അവർക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ സീറ്റും അത് കൂടാതെയുള്ള സീറ്റുകളും കൂടെ ചേർത്ത് 62-ലധികം സീറ്റുകൾ BJPക്ക് നേടുവാൻ ഉത്തർപ്രദേശിൽ കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരമ്പെ പരാജയപ്പെടുന്ന സീറ്റ് അതിന്റെ നേർപകുതിയിലേക്ക്, ഏകദേശം നേർപകുതിയിലേക്ക് പോകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. വളരെ വലിയ തിരിച്ചടിയാണ് ഉത്തർപ്രദേശിൽ BJPക്ക് നേരിട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ രാമക്ഷേത്ര വിവാദങ്ങളും ഒക്കെ, രാമക്ഷേത്രം പണി പൂർത്തിയായിട്ട് പോലും ആ പ്രദേശങ്ങളിൽ നിന്ന് കാര്യമായി പിന്തുണ ലഭിക്കാതിരുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ OBC വോട്ടുകൾ ചോർന്നു പോയതും, അതുപോലെ തന്നെ ഒരുപക്ഷെ BJPക്കെതിരെ ശക്തമായി ഇന്ത്യ മുന്നണി 400 സീറ്റുകൾ അവർ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ സൗകര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്, അത് പൊളിച്ചെഴുതുന്നതിന് വേണ്ടിയാണ്, അതുകൊണ്ട് അത് നൽകരുതെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ആഹ്വാനവും ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയതിന്റെ ഫലമായിട്ടാണ് ആ BJPക്ക് ഈ തിരിച്ചടി ആ ഭാഗങ്ങളിൽ നേരിട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ചിലരൊക്കെ അത് അങ്ങനെയല്ല, അതിനകത്ത് പലപ്പോഴും യോഗി ആദിത്യനാഥ് മൂലം BJPക്ക് അവിടെ BJPക്കുള്ളിൽ ഒരു ഭിന്നതയുണ്ടായി വോട്ട് കുറഞ്ഞതാണെന്നൊക്കെ വിമർശനങ്ങൾ പറയുന്നുണ്ട്. എങ്കിലും യാഥാർത്ഥ്യം അങ്ങനെ അല്ല എന്നുള്ളതാണ് ചിത്രങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത്. അവിടെയുള്ള കർഷകർ BJPക്കെതിരായി മാറുകയും, അതുപോലെ തന്നെ OBC വിഭാഗങ്ങളുടെ വോട്ടുകൾ പൂർണ്ണമായും പല വിഭാഗങ്ങളിൽ നിന്ന് മാറുകയും, പല തരത്തിൽ അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ, ഇങ്ങനെ പല കാര്യങ്ങളിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ വലിയ പോരായ്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ അതേ തന്ത്രം തങ്ങൾ ഇത്തവണ പയറ്റും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 182ഓളം സീറ്റുകളാണ് അവിടെ ഉള്ളത്. 182 നിയമസഭാ സീറ്റുകളാണ് അവിടെ ഉള്ളത്. BJP അതിൽ ഏറിയ പങ്കും, ഏതാണ്ട് 10-17 സീറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സീറ്റുകളും 165ഓളം സീറ്റുകൾ NDA നേടിയപ്പോൾ അതിൽ BJP ഏതാണ്ട് 163 സീറ്റുകൾ നിലനിർത്തിയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. കോൺഗ്രസിനാകട്ടെ മൊത്തം 12 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഇന്ത്യ മുന്നണി അവിടെ ഏതാണ്ട് 17 സീറ്റുകളാണ് നേടിയത്. അതുകൊണ്ട് തന്നെ ഇനി തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് BJPയെ തങ്ങൾക്ക് കിട്ടിയ സീറ്റിലേക്ക് ഒതുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്ന തിരിച്ചടി പോലെ അതേ നാണയത്തിൽ തങ്ങൾ ഗുജറാത്തിൽ തിരിച്ചടിക്കുമെന്നുള്ള ആഹ്വാനമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്നത്. UPയിൽ പയറ്റിയ തന്ത്രം, അയോധ്യയിൽ പയറ്റിയ തന്ത്രം ഞങ്ങൾ ഇതാ ഗുജറാത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ്. അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട്, അവിടെ ഉള്ള പിന്നോക്ക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട്, അവിടെയുള്ള റിസർവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തങ്ങൾ പരിഹാരം കണ്ടുകൊണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്, തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, അവിടുത്തെ പ്രാദേശിക വികസനം മുന്നോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള വിവിധ സ്പർശിയായിട്ടുള്ള പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ എങ്ങനെയാണോ തങ്ങൾ തിരിച്ചടി നൽകിയത്, അയോധ്യ മണ്ഡലത്തിൽ BJPയുടെ എക്കാലവും കേന്ദ്രമണ്ഡലമായിരുന്ന, BJPയുടെ മുഴുവനുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ചിഹ്നങ്ങളിലൊന്നായ, അവരുടെ വിജയത്തിന്റെ ചിഹ്നങ്ങളിലൊന്നായ അയോധ്യ മണ്ഡലത്തിൽ എങ്ങനെയാണോ തങ്ങൾ മറുപടി പറഞ്ഞത്, എങ്ങനെയാണോ തങ്ങൾ വിജയം നേടിയെടുത്തത്, എങ്ങനെയാണ് ആ വിജയത്തിന്റെ വെന്നിക്കൊടി തങ്ങൾ പാറിച്ചത്, അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും വെന്നിക്കൊടി പാറിക്കും. കാത്തിരുന്ന് കാണുക. ഗുജറാത്തിലേക്ക് തങ്ങൾ എത്തുന്നു അതേ തന്ത്രവുമായി എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും 2027 ധാരാളം സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏതാണ്ട് 5-6 സംസ്ഥാനങ്ങളിൽ ആ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഡിസംബറോട് കൂടി അവിടുത്തെ ഗുജറാത്ത് സർക്കാരിന്റെ കാലാവധി 2027 അവസാനിക്കും. അപ്പൊ അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ആ തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും തങ്ങൾ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുവരെ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ, BJP സർക്കാർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലുള്ള സംശയം അവർ പ്രകടിപ്പിക്കുന്നു. കാരണം നമുക്കറിയാം, കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഉള്ള BJP സഖ്യകക്ഷികളുമായി ചേർന്ന് ഭരിക്കുമ്പോൾ അതൊക്കെ കാത്തിരിക്കുകയാണ്. ഒരു മുഴം മുൻപേ എറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയും അവരെ വീഴ്ത്തിക്കൊണ്ട് ചടുലമായ നീക്കങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും അവരെ BJP സർക്കാരിനെ തറപറ്റിച്ചുകൊണ്ട് വളരെ വലിയ വിമർശന ശരങ്ങൾ ഉയർത്തിക്കൊണ്ട് തങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരിക്കും ഗുജറാത്ത് ഫലമെന്ന് അറിയാൻ ആകാംക്ഷയോടെ.